അച്ഛനെപ്പോൾ കാണാൻ പറ്റും, അച്ഛനെപ്പോൾ കാണാൻ പറ്റും, അതാണ് അന്വേഷിക്കുന്നത്. ഇവിടെ കുർബാനയുണ്ട്, കൂദാശയുണ്ട്, അതൊന്നും അവർക്ക് വേണ്ട. അല്ലേലിയ. പള്ളി ചെന്ന് കഴിഞ്ഞാൽ പള്ളി അവിടെയുണ്ട്. അച്ഛൻ്റെ മേടയിലേക്ക് കയറുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. എന്താണെന്നറിയാമോ? നാട്ടിലെ പള്ളികളിലൊക്കെ എഴുതി വെച്ചാൽ ആദ്യം ദൈവം പിന്നെ അച്ഛൻ എന്ന് പറയാണ്. നമ്മളെന്താ ചെയ്യുന്നത്? ആദ്യം അച്ഛൻ പിന്നെ ദൈവം, തല കീഴായിട്ട് പോകും. അല്ലേലിയ. ആദ്യം പള്ളിയിൽ പോയി കർത്താവിനോട് നന്ദി പറഞ്ഞിട്ടാണ് അച്ഛനെ കാണുന്നത്. നമ്മൾ ഈ പള്ളിയിലൊക്കെ വൈകിട്ട് ആളുകൾ വന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ കളിക്കാനൊക്കെ ഇരിക്കും. പക്ഷെ ഒരാൾ പോലും പള്ളിയിൽ കയറുന്നത് ഞാൻ കണ്ടിട്ടില്ല. അധികം ആളുകൾ പള്ളി കയറണമെന്ന് പറഞ്ഞ് നാളെ അവരവിടെ ഉണ്ടാവില്ല. നിങ്ങൾ വിട്ടവണ അല്ലെങ്കിൽ ചീട്ട് കളിയോ അല്ലെങ്കിൽ ക്യാരംസ് കളി, എന്ത് കളി വേണമെങ്കിലും കളിക്കുക. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അത് 10 മണിയില്ല, 2 മണിയില്ല, 1 മണിയില്ല, 3 മണിയില്ല, പുലർച്ചെ വരെ കളിക്കാനും അവർ തയ്യാറാണ്. പക്ഷെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ചെകുത്താനോട് പറയുന്ന പോലെയാണ് പ്രാർത്ഥിക്കാൻ പറയാൻ. അല്ലേലിയ. ഇപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ ഇവിടെ വന്നു. ആ ചേട്ടൻ വന്നിട്ട് ഇവിടെ ഇങ്ങനെ നടക്കുന്ന പോലെ എപ്പോഴാച്ചനെ കാണുമ്പോൾ എപ്പോഴാച്ചൻ ഞാൻ ചേട്ടനോട് ഞാൻ എന്താ ചേട്ടാ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല അച്ഛാ, പള്ളി കയറി ഇരിക്കാൻ പറ്റുന്നില്ല. അല്ലേലിയ. കയറിയിരിക്കാം. ഞാൻ പറഞ്ഞു ചേട്ടാ ഇവിടെ ഇരി. എന്നിട്ട് ഇടയ്ക്ക് കൗൺസിലിങ്ങിന് വിട്ടു. അപ്പോൾ കുറേ സമയമെടുത്തു. അപ്പോൾ ഞാൻ ഈ ആളെ കണ്ടപ്പോൾ ഒരു 7 കാര്യങ്ങളിങ്ങനെ പറഞ്ഞു. 7 കാര്യങ്ങൾ പറഞ്ഞിട്ട് ചേട്ടന് പോകണമെങ്കിൽ പോകാം, ഇല്ലെങ്കിൽ ഇരിക്കണമെങ്കിൽ ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ഈ പോകുന്നില്ല എന്ന് പറഞ്ഞു. എന്താ? അതേ, ഞങ്ങൾ കല്യാണത്തിന് മുമ്പുള്ള കാര്യങ്ങൾ ഒരച്ഛൻ പറഞ്ഞു കഴിഞ്ഞു, ഇത് കുമ്പസാരിച്ചിട്ടുമില്ല. അപ്പോൾ ഞാൻ ഇവരെ കണ്ട് പ്രാർത്ഥിച്ച് വിട്ടു, കൗൺസിലേഴ്സ് കണ്ടു. അത് കഴിഞ്ഞിട്ട് ആ ഇടവകയിൽ നിന്നുള്ള അറിയിപ്പ് കിട്ടുകയാണ്, 7 ദിവസത്തേക്ക് ഈ വ്യക്തി മദ്യപാനം കഴിച്ചില്ല. 7 ദിവസത്തേക്ക് മദ്യപാനിയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലിട്ട് പിരിഞ്ഞിരിക്കുക. 3-4 മക്കളാണ്. അപ്പോൾ എന്താ, ആ മനുഷ്യനെ നമ്മളൊന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു നന്നായിട്ടൊന്ന് കുമ്പസാരിക്കുക. നന്നായിട്ട് കുമ്പസാരിക്കുക എന്ന് പറഞ്ഞാൽ കുമ്പസാരത്തിന് മുമ്പ് നല്ല കുമ്പസാരം എന്ന് പറയാനല്ല, തുറന്ന് കുമ്പസാരിക്കുക. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി മദ്യപാനത്തിന് അടിമയായി. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ചൊവ്വാഴ്ച കണ്ടുവിടുന്നത്, അടുത്ത ചേട്ടൻ അടുത്ത വെള്ളിയാഴ്ച വന്നു. അപ്പോൾ ഇവിടെ സ്പെഷ്യൽ കൺഫസർ വന്ന് ആ അച്ഛൻ്റെ അടുത്ത് തുറന്ന് കുമ്പസാരം. ആ ചേട്ടൻ വരാൻ നോക്കിയില്ല, ഒന്നങ്ങനെ തുടങ്ങിയില്ല. അത് കഴിഞ്ഞ് കേൾക്കുന്നത് എന്താ വെച്ചാൽ മദ്യപാനത്തിന് അടിമയാണ്. അപ്പോൾ അച്ഛനെ കണ്ടിട്ടാണോ മദ്യപാനം മാറ്റുന്നത്? ഞാൻ വല്ല സിറിഞ്ച് വെച്ച് കുത്തിയെടുക്കുന്നുണ്ട്, ഇങ്ങനെ മദ്യപാനം കൂടെ പോരട്ടെ? ഇല്ലല്ലോ. ഈശോയുടെ ഇടപെടലിന് വേണ്ടി നമ്മൾ ഇരുന്ന് കൊടുക്കണം. ഈശോൻ്റെ വെളിപ്പെടുത്തലിന് വേണ്ടി നമ്മൾ, കാരണം എന്താ, ആത്മാവും ജീവനുമായ വചനത്തെക്കാളും വലുതല്ല അച്ഛൻ. ആത്മാവും ജീവനുമായ വചനത്തെക്കാളും വലുതല്ല ഒരു കൗൺസിലർ. ആ ആത്മാവും ജീവനേക്കാളും വലുതല്ല ഒരു കൗൺസിലിംഗ് സിസ്റ്റം. ചില ധ്യാനങ്ങളിലൊന്നും കൗൺസിലിംഗ് ഇല്ല. അല്ലെങ്കിൽ ഒരു ഡോക്ടർ തൻ്റെ പ്രൊഫഷൻ ഉപേക്ഷിച്ച് ധ്യാനം നടത്തുന്നുണ്ട്. ആ ധ്യാനത്തിൽ ആദ്യത്തെ കാര്യം ഇതാണ്, കുമ്പസാരിപ്പിക്കുക. നന്നായിട്ട് കുമ്പസാരിപ്പിച്ചിട്ടാണ് ആ ടോക്കുകളിലേക്ക് കയറുള്ളൂ. നമ്മളെന്താ സെൻറ്ററിൽ വന്നാൽ എന്താണെന്ന് ഞാൻ ഓടി നടക്കുക. എവിടെയാണ് കൗൺസിലിംഗ് ശുശ്രൂഷ? അത് ഡെലിവറൻസ് ഉള്ള വ്യക്തികൾ എവിടെയാണ്? അല്ലേലിയ. വേറൊരു ഞാൻ അവരോട് പറഞ്ഞു വിട്. കാരണം എന്താ, ആ മനുഷ്യനൊന്നും കുമ്പസാരിച്ചിട്ടില്ല. കുമ്പസാരിക്കാതെ തന്നെ 7 ദിവസം ഈ മനുഷ്യൻ മദ്യം ഉപേക്ഷിക്കുകയിൽ ആ മനുഷ്യൻ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ആ ശരീരത്തിലേക്ക് ഒരു കൃപ വന്നു കഴിഞ്ഞാൽ, ഒരു അഭിഷേകം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ ഒരിക്കലും, കാരണം യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, നിൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാളും വലുതാ. ആ ത്രിത്വമാണ് നമ്മളിൽ വസിക്കുന്നത്. അല്ലേലിയ. അപ്പോൾ ത്രിത്വം ഒരു വ്യക്തിയെ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ തിന്മയുടെ ശക്തിയിൽ നിന്നും അവൻ മോചനം പ്രാപിക്കും, അവൻ വിടുതൽ പ്രാപിക്കും. അതുകൊണ്ട് നമ്മൾ ഈശോയുടെ പ്രാർത്ഥന, വചനം കേൾക്കണം, അല്ലെങ്കിൽ വചനം പഠിക്കണം, ആത്മാവിന് വേണ്ടി ദാഹിക്കണം. ആത്മാവിന് വേണ്ടി ദാഹിച്ചാൽ കർത്താവ് അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, ചോദിക്കുന്നവർക്ക് ധാരാളമായി ആത്മാവിനെ നൽകുകയില്ലേ? അല്ലേലിയ. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, എൻ്റെ പിന്നാലെ ആരും ഓടി നടക്കണ്ട, എൻ്റെ പിന്നാലെ. കാരണം കർത്താവ് തരാതെ വചനം എനിക്ക് പറയാൻ പറ്റില്ല. കർത്താവ് തരാതെ ഒരു സന്ദേശം തരാനായിട്ട് പറ്റില്ല. കർത്താവ് പറയാതെ ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരാൾക്കും സാധ്യമല്ല. എനിക്കിഷ്ടപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. ഞാനത് പറയുന്നതിൻ്റെ കാരണം, ഞാൻ അവിടെ 1989 തൊട്ട് അവിടെ പോകുമായിരുന്നു. അന്ന് കേരളത്തിൽ വലിയ ധ്യാന കേന്ദ്രങ്ങളൊന്നുമില്ല. അല്ലേലിയ. കോട്ടയ്ക്ക് തുടങ്ങുന്നുള്ളൂ.
അല്ലെങ്കിൽ ആകെയുള്ളത് ഭരണജ്ഞാനത്ത് ഒരാഴ്ച നീണ്ട് നിൽക്കുന്ന ഒരു ധ്യാനം മാത്രമേ ഉള്ളൂ. പിന്നെ കൊളത്തുവേലിൽ CP വർക്കിയച്ചൻ നടത്തുന്ന ഒരു ധ്യാനമുണ്ട്. അല്ലാതെ കേരളത്തിൽ ഒരു വലിയ അഭിഷേകം അങ്ങനെ ഒരു ധ്യാന കേന്ദ്രം ഇന്ന് നമുക്കറിയാം 10-70 ധ്യാന കേന്ദ്രങ്ങളോളത്തോളം കേരളത്തിലുണ്ട്. അന്ന് ധ്യാന കേന്ദ്രമാണ്. പക്ഷേ ഇതൊരു വീടാണ്. ആ വീട്ടിൽ ഒരു മണി തൊട്ട് എനിക്കതിന് എല്ലാ ഞായറാഴ്ച അല്ലെങ്കിൽ മാസത്തിൽ 1-2 ഞായറാഴ്ച 1 മണി തൊട്ട് ശുശ്രൂഷയാണ്. തീപ്പൊരി ശുശ്രൂഷ. തീപ്പൊരി എന്ന് പറഞ്ഞാൽ തീപ്പൊരിയാണ്. അത് ഞാൻ എന്താണെന്ന് ഇവിടെ അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ഹല്ലേലൂയ. നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ ധ്യാന കേന്ദ്രത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, എന്തുകൊണ്ടാണ് നടക്കുന്നതൊക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ എളുപ്പം കഴിവുള്ളവരാണ്. അപ്പോൾ ഞാനിങ്ങനെ കേൾക്കാണ്, ഈ വചനം പറയുന്ന മനുഷ്യൻ മദ്യപാനിയായിരുന്നു. അവന് നല്ലൊരു അഡ്വക്കേറ്റായിരുന്നു. ആ അഡ്വക്കേറ്റിൻ്റെ ഇതിൽ അവൻ ഉയർന്നു വന്നപ്പോൾ, അവൻ പ്രശസ്തി നേടിക്കഴിഞ്ഞപ്പോൾ സാവകാശം ആ വ്യക്തി മദ്യപാനത്തിലേക്ക് പോയി. മദ്യപാനത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നല്ല കാശ് കിട്ടുന്ന ഒരു പ്രൊഫഷനായതുകൊണ്ട് മദ്യപാനം തുടങ്ങിയ ഭാര്യ ഒരു ഡോക്ടറാണ്. ഭാര്യയ്ക്കിത് ബുദ്ധിമുട്ടായി. അങ്ങനെ ഈ സ്ത്രീ പ്രാർത്ഥിക്കുമായിരുന്നു. സ്ത്രീ പലരോടും പ്രാർത്ഥന ചോദിക്കുമായിരുന്നു. അങ്ങനെ ഉണ്ടായ സംഭവം എന്താ, ഒരിടയ്ക്ക് മനുഷ്യന് തോന്നുക എനിക്ക് മദ്യപാനം നിർത്തണം, ഈ മദ്യപാനത്തിൽ നിന്ന് എനിക്ക് മോചനം കിട്ടണം. അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ മനുഷ്യൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പ്രൊഫഷൻ ഉപേക്ഷിച്ചു. ആ അഡ്വക്കേറ്റിൻ്റെ ആ ലോയറിൻ്റെ ആ വക്കീൽ കോട്ട് അഴിച്ചു വെച്ചിട്ട് ഈ മനുഷ്യൻ 6 മാസക്കാലം കുത്തിയിരുന്ന് വചനം പഠിക്കാൻ തുടങ്ങി. കാരണം എന്താ, വീട് ഭാര്യയുടെ ജോലി കൊണ്ട് നോക്കിപ്പോവും. മക്കളെ പഠിപ്പിക്കാനൊക്കെയും ഭാര്യ ഉണ്ട്. എന്നാലും ഭർത്താവ് കുടിക്കാതിരിക്കുന്നതാണ് ഭാര്യയ്ക്ക് ഇഷ്ടം, സന്തോഷം. അങ്ങനെ ഈ മനുഷ്യൻ 6 മാസം കഴിഞ്ഞപ്പോൾ ഒന്നുണ്ടായിച്ചാൽ ഈ മനുഷ്യൻ ഒരു ഡെലിവറൻസിൻ്റെ ഗിഫ്റ്റ് കിട്ടി. പരിശുദ്ധ കുർബാനയുടെ വലിയ ശക്തി കിട്ടി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ മനുഷ്യൻ കൈ ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് തിന്മകളുള്ള വ്യക്തികൾ വീഴാൻ തുടങ്ങി. ഈ മനുഷ്യൻ ഇങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നിടത്ത് യുവതിവാക്കളുടെ ധ്യാനങ്ങളൊക്കെ ഉള്ളിൽ നടത്തിയിരുന്നത്. ആ യുവതിവാക്കളുടെ ധ്യാനങ്ങളിൽ നിന്നും യുവതിവാക്കളിൽ നിന്നും ആസക്തികൾ, തിന്മയുടെ ശക്തികൾ, അന്ധകാര ശക്തികൾ വിട്ടുപോകാൻ തുടങ്ങി. ആ മനുഷ്യൻ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി കൗൺസിലർ കണ്ടതുകൊണ്ടല്ല കൃപ കിട്ടിയത്, ആണോ? ആ മനുഷ്യൻ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി അച്ഛൻ്റെ ഡയറക്ടറിൻ്റെ പിന്നാലെ ഓടി നടന്നുകൊണ്ടല്ല കിട്ടിയത്. ആ ഡോക്ടർ, ലോയർ, ഈ കൗൺസിലിംഗ് ശുശ്രൂഷ അല്ലെങ്കിൽ മധ്യസ്ഥ അങ്ങനെ ഒന്നുമല്ല. ആ മനുഷ്യൻ കുത്തിയിരുന്ന് വചനം പഠിക്കാൻ തുടങ്ങി. വചനം പഠിക്കാൻ തുടങ്ങിയപ്പോൾ എന്തോളോ ആ വചനം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ജീവനായിട്ട് മാറി. ഈ ലോക സുഖങ്ങൾ, ഈ ലോകമോഹങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് ഒരു പ്രേരണ ഉള്ളിലേക്ക് വന്നു. വചനം വായിക്കുമ്പോൾ എന്തുണ്ടെന്ന് വെച്ചാൽ ഒരു വലിയൊരു ശക്തി നമ്മളിൽ വന്ന് നിറയും. മേജർ സെമിനാരിയിൽ നിന്നും എൻ്റെ വീട്ടിൽ ഞാൻ സെമിനാരി ചേർന്ന വീട്ടിൽ നിന്നും ഞാൻ പോയി കണ്ട് സിസ്റ്റർ വലിയ ശക്തിയാണ്, വലിയ കൃപയാണ്. ഹല്ലേലൂയ. അങ്ങനെ അച്ഛന് ഒരു ട്രെയിൻ യാത്രയുടെ ഇടയ്ക്ക് വെച്ച് മനുഷ്യൻ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒന്നും ആഗ്രഹിക്കും, കർത്താവേ ഇതേപോലുള്ളൊരു ശുശ്രൂഷ ചെയ്യാനുള്ള കൃപ എനിക്ക് വേണം. കാരണം എന്താ, തിന്മയുടെ ആത്മാക്കളെ ബന്ധിക്കാനുള്ള ഒരു കൃപ ആവശ്യമാണ്. ഈശോയെ കാണാൻ വരുന്ന വ്യക്തികളോട് ഈശോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈശോ കൂട്ടിയിരുത്തി വചനം പറയുക ചെയ്തു. അല്ലേ? ഈശോയുടെ 2 കാര്യം ചെയ്യുന്നത്. ഒന്ന്, ഈശോ ചെയ്യുന്നത് ജനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കൗൺസിലിംഗ് ശുശ്രൂഷ തുടങ്ങുകയല്ല ചെയ്യുന്നത്. ജനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കയ്യൊപ്പ് പ്രാർത്ഥന തുടങ്ങുകയല്ല ചെയ്യുന്നത്, ആണോ? ജനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഈശോ തുടങ്ങുന്നത് അവൻ അവിടെ ഇരുന്നിട്ടെന്തു, അല്ലെങ്കിൽ അവനൊരു ബോട്ട് മേടിച്ചു, ഒരു വള്ളം മേടിച്ചു. ആ വള്ളത്തിലിരുന്നിട്ട് അവർക്ക് അഭിമുഖമായിട്ടിരുന്ന് അവരോട് വചനം പറയാൻ തുടങ്ങി. അല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈശോ മിശിഹായ്ക്ക് വചനം പറയുമ്പോൾ ഒരു കൺട്രോളുമില്ല. കൺട്രോളുണ്ടോ? എന്താണ്? ഇരുട്ടാവുമ്പോൾ അപ്പോസ്തലന്മാർ പറയാ, കർത്താവേ ശിഷ്യന്മാർ വന്നിട്ട് ഈശോയോട് പറയാ, ഇത് വിജന പ്രദേശമാണ്, ഇവിടെ ഒരു ലോഡ്ജില്ല, ഒരു റെസ്റ്റോറൻ്റ് ഇല്ല, ഇവിടെ ഒരു ഫുഡ് കൊടുക്കാൻ ഒരു കടകളില്ല, ഒരു ബേക്കറി കടയില്ല, അല്ലെങ്കിൽ ഒരു തട്ടുകട പോലും ഇല്ല, അല്ലെങ്കിൽ ഒരു കുടിൽ. നമ്മുടെ നാട്ടിലൊക്കെ എന്താ ഈ പെട്ടിക്കടയൊക്കെ നടത്തും, ഒരു പെട്ടിക്കടയില്ല. കർത്താവേ നീ വിവേകപൂർവ്വം ഇതുങ്ങളൊക്കെ പിരിച്ചുവിട്, ഇതുങ്ങളെല്ലാം പിരിച്ചുവിട്. അപ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ തന്നെ കൊടുക്കുക.
നിന്നെ വല്ല കൺട്രോളുണ്ട് കർത്താവ് ഇങ്ങനെ വചനം പറഞ്ഞ് പോകുമ്പോൾ ഇവർ സൗഖ്യം നേടാം. എന്തുകൊണ്ട് ജനം പിരിഞ്ഞു പോയില്ല? എന്തുകൊണ്ട് ജനം എഴുന്നേറ്റ് പോയില്ല? എന്തുകൊണ്ട് ജനം അതിനെ തിരസ്കരിച്ചില്ല? കാരണം എന്താ? ആ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരിൽ ആത്മാവ് പ്രവർത്തിച്ചു, പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിച്ചു. ഹല്ലേലൂയ. ആ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എന്താ? ഒരു അഭിഷേകം തോന്നി, ഒരു അഭിഷേകത്താൽ നിറഞ്ഞു. അതുകൊണ്ട് ഈശോ പറഞ്ഞു, നീ അവർക്ക് കൊടുക്കുക. ഈ വചനം കഴിയുമ്പോൾ രണ്ടാമത് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈശോ അവർക്ക് അപ്പം കൊടുക്കുകയല്ല ചെയ്യുന്നത്, കുർബാന കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വചനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം കുർബാനയിലേക്ക് പോവുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കുർബാന കൊടുക്കുമ്പോൾ ഇവൻ്റെ ശരീരം വിശുദ്ധീകരിക്കപ്പെടുന്നത്.